CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അല്പസമയത്തിനകം എയിംസിൽ നിന്ന് കൈമാറും. തുടർന്ന് JNUവിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് AKG ഭവനിൽ പൊതുദർശനം. മൃതശരീരം ദില്ലി എയിംസിലെ അനാറ്റമി വിഭാഗത്തിന് കൈമാറും. CPM 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് മറ്റ് പരിപാടികൾ? പൊതുദർശനം നാളെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. JNUവിൽ അല്പസമയത്തിനകം പൊതുദർശനം നടക്കുമല്ലേ? സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അല്പസമയത്തിനകം CPM നേതാക്കൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് ഏറ്റുവാങ്ങും. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, നിലോൽപൽ ബസു എന്നിവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ കർമ്മമണ്ഡലമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ പൊതുദർശനത്തിന് വെക്കും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്തിമാഞ്ജലി അർപ്പിക്കാനുള്ള ആദ്യ അവസരം പൊതുജനങ്ങൾക്കായി നൽകുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വസതിയായ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. നാളെ രാവിലെ 10 മണി വരെ വീട്ടിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുന്നത്. അവിടെ ബന്ധുക്കൾക്കും ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റ് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ അന്തിമാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. നാളെ 11 മണിയോടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഗോൾ മാർക്കറ്റിലെ AKG ഭവനിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മറ്റ് പ്രതിനിധികളുമൊക്കെ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരേണ്ട വിമാനം ഡൽഹിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്. അതുമൂലം ഈ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം കേരള ഹൗസിൽ എത്തും. അതിന് ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിജയരാഘവൻ, ഒപ്പം തന്നെ EP ജയരാജൻ, MA ബേബി, മറ്റ് നേതാക്കന്മാരെല്ലാവരും എത്തുന്നുണ്ട്. KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാർ രാത്രിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതിനകം തന്നെ ഇവിടെയുണ്ട്. PK ശ്രീമതി അടക്കമുള്ള നേതാക്കന്മാരും ഇവിടെയുണ്ട്. MP മാരായ ജോൺ ബ്രിട്ടാസ്, A റഹീം, V ശിവദാസൻ എന്നിവരും ഈ അന്തിമാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കാനായി ഇവിടെ ഡൽഹിയിലുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടത്തെ നാളെ പ്രതീക്ഷിക്കുന്നു. കാരണം രാജ്യത്ത് CPMന്റെ സ്വാധീനത്തിനപ്പുറത്തേക്ക് വളർന്ന് ഒരു വലിയ രാഷ്ട്രീയ രംഗത്തെ പ്രധാന വ്യക്തിത്വമായി മാറിയ സീതാറാം യെച്ചൂരിക്ക് അന്തിമാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തുന്നു. ഇന്നും AKG ഭവനിലേക്ക് എംബസികളുടെ പ്രതിനിധികളടക്കം നിരവധി പേർ അദ്ദേഹത്തിൽ അന്തിമാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. അതുകൊണ്ട് നാളെയും അത്തരമൊരു ജനക്കൂട്ടം പ്രതീക്ഷിക്കുന്നു. കേരള ഹൗസിൽ ഇപ്പോൾ തന്നെ കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ആളുകൾ കൂടി ഇന്ന് എത്തിച്ചേരും. എന്തായാലും ഈ അല്പസമയത്തിനകം എയിംസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അത് മൃതദേഹം ഏറ്റുവാങ്ങുന്നത് നിലോൽപൽ ബസുവും MA ബേബിയും ചേർന്നായിരിക്കും. ശ്രീജിത്ത്, പ്രധാനമന്ത്രി ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് വിവരമുണ്ടായിരുന്നത്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? പ്രധാനമന്ത്രി സീതാറാം യെച്ചൂരിക്ക് അന്തിമാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നുള്ള വിവരമുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം AKG ഭവനിലും ഒപ്പം തന്നെ വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധനയും മറ്റ് പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുമോ എന്നുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ PMOയിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹം എവിടെയാണ് വരുന്നത്? സാധാരണ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുമ്പോൾ വീടുകളിൽ പോയാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നേതാക്കന്മാരുടെ വീടുകളെത്തി അന്തിമാഞ്ജലി അർപ്പിക്കുന്ന രീതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ഇതുവരെ പാർട്ടി ഓഫീസുകളെത്തി അദ്ദേഹം അന്തിമാഞ്ജലി അർപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. എന്തായാലും ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാനുണ്ട്. വസന്തകുഞ്ചിലെ വീട്ടിലെത്താനുള്ള സാധ്യതയാണ് എല്ലാവരും പറയുന്നത്. ശരി, ഏതായാലും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ എയിംസിൽ നിന്ന് കൈമാറും. MA ബേബിയും നിലോൽപൽ ബസുവും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് JNUവിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് AKG ഭവനിൽ പൊതുദർശനം. മൃതശരീരം ദില്ലി എയിംസ് ആശുപത്രിയുടെ അനാറ്റമി വിഭാഗത്തിന് കൈമാറുകയും ചെയ്യും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിലേക്ക് തിരിച്ചെത്താം.